രുചിക്കൂട്ട്. ഇനി നമുക്ക് പെട്ടെന്നൊരു സൂപ്പ് ഉണ്ടാക്കാം. ഒരു 3 കപ്പ് വെള്ളം, 1 കപ്പ് പാല്, ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ആദ്യമായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെണ്ണ ഒന്ന് ചേർക്കാം. വേണമെങ്കിൽ വെണ്ണയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളം സവാള കനം കുറച്ച് അരിഞ്ഞത് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് ഇളക്കിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ ഇടുക. അത് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലും വെള്ളവും കൂടി ചേർത്തത് ഇതിലേക്ക് ഒഴിക്കാം. ഒപ്പത്തിൽ നമുക്ക് കുരുമുളക് പൊടി, ഉപ്പ്, ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് തിളച്ചാൽ വാങ്ങി വയ്ക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചീസോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് സ്ക്വയറാക്കി അല്ലെങ്കിൽ ബ്രെഡ് നെയ്യിൽ വറുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ കൂടെ ഇടാവുന്നതാണ്. ഒപ്പം നമുക്ക് ഹെർബ്സ് ആയിട്ട് പാസ്ലിയോ മല്ലിയിലയോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു നല്ല സൂപ്പാണ് ഈ ഓണിയൻ സൂപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. അതോടൊപ്പം തന്നെ കഴിക്കാൻ ഞാനൊരു ബ്രെഡ് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം. ഒരു 3 കപ്പ് മൈദ, 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇത് 3 കൂടി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു മുട്ട നന്നായിട്ട് ഒന്നുടച്ച് അതിലേക്കൊരു 1.25 കപ്പ് പാലും, ഒരു 2 ടേബിൾ സ്പൂൺ വെണ്ണ ഒന്ന് ഉരുക്കിയതും, ഒരു 1/4 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, മധുരം അനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി അതും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വേണമെങ്കിൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ്, പിസ്ത ഇതൊക്കെ നുറുക്കിയത് ചേർക്കാവുന്നതാണ്. ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇനിയും ഇത് നമ്മളൊരു എണ്ണ അല്ലെങ്കിൽ വെണ്ണ തടവിയ ഒരു ലോഫ് ടിന്നിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 190 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുക. അതും ഈ ഒരു ഓണിയൻ സൂപ്പും കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്തരം കോമ്പിനേഷൻസ് ഒക്കെ രുചികരമാണ്, ആരോഗ്യകരമാണ്, ഒപ്പം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.